വികസനത്തിനൊപ്പം നിലപാട് കൂടി പറഞ്ഞാണ് താൻ വോട്ട് ചോദിക്കുന്നതെന്ന് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ. തന്റെ നിലപാടുകളിൽ ആർക്കും സംശയം വേണ്ട എന്നും പലസ്തീൻ വിഷയത്തിൽ താൻ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണെന്നും തരൂർ പറഞ്ഞു. MP എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷത്തെ തന്റെ വികസന രേഖ പുറത്തിറക്കി ശശി തരൂർ. അടൂർ ഗോപാലകൃഷ്ണൻ വികസന രേഖ പ്രകാശനം ചെയ്തു. ഒരുപാട് പേരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ട് ശീലമാണിപ്പോഴും. എല്ലാ പാർട്ടികളുടെയും വാഗ്ദാനങ്ങൾ കേട്ട് നമ്മുടെ ചെവി തഴമ്പിച്ചു കഴിഞ്ഞു. വാഗ്ദാനങ്ങളെക്കാൾ വളരെ പ്രധാനം എന്താണ് ചെയ്തത് എന്ന്. വികസനം ഉയർത്തിക്കാട്ടുമ്പോഴും തരൂരിന് നിലപാടും മുഖ്യമാണ്. ഹമാസ് വിഷയത്തിൽ താൻ പറഞ്ഞത് നിലപാടാണെന്നും അത് തിരുത്താനില്ലെന്നും തരൂർ ആവർത്തിച്ചു. എൻ്റെ സ്റ്റാൻഡ് കൺസിസ്റ്റന്റ് ആണ്. ഞാൻ ഒരു വർഗീയ വിഷയത്തിൽ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു വർഗീയ പ്രീണനം ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു വാക്ക് പിൻവലിക്കാൻ എനിക്ക് ഒരു ആവശ്യം കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നില്ല. പൗരത്വ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ കേട്ടതോടെ തരൂരിന് ചിരിയടക്കാനായില്ല. സോറി, വളരെ കുടിക്കുമ്പോഴാണ് നിങ്ങൾ വെറും ഗൂഗിളിൽ കയറിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. യൂട്യൂബും കിട്ടും, ആർട്ടിക്കലും കിട്ടും. ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ ആളില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അപ്രസക്തമാണെന്ന് പറഞ്ഞ തരൂർ LDF അംഗങ്ങളെ ഡൽഹിയിലേക്ക് അയക്കുന്നത് വേസ്റ്റാണെന്നും കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ യുവാക്കൾക്കായി ഒഴിഞ്ഞു നൽകണമെന്നാണ് ആഗ്രഹമെന്നും തരൂർ വ്യക്തമാക്കി. റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.